ഈ സാധനം എന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഉപ്പ് പാടമാണ്. ഇത് നമ്മുടെ കണ്ടത്തിലെ വരമ്പ് കെട്ടുന്ന പോലെ ഇത് വെള്ളം നിർത്തിയിട്ട് എന്തൊക്കെയോ ഇട്ടൊക്കെ ഇങ്ങനെയാണ് ഉപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടാ. ഇതിങ്ങനെ വെള്ളം നിറച്ചിട്ടേക്കുക. ആ വെള്ളത്തിന് അതിങ്ങനെ പറ്റി വരുന്ന ആ ഒരു ഭാഗമാണിത്. അങ്ങനെ ഇത് ഇവിടെ മൊത്തം ഉപ്പുപാടമാണ്. ഉപ്പുപാടം എന്ന് പറഞ്ഞാൽ ഫുള്ള് ഭയങ്കര കാറ്റുമുണ്ട്. ഉപ്പുപാടമാണ്, ഇതെല്ലാം ഉപ്പുപാടമാണ്. നോക്കി എന്ത് രസമാണേ. ഈ സാധനമാണ് നമ്മൾ ഇതുണ്ട്, വെള്ളമാണ്. ആ വെള്ളത്തിനകത്തിൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് എന്തോ ഇളക്കി കൊടുക്കുന്നുണ്ട് സംഭവം. കണ്ടോ, ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്തെല്ലാം ഇങ്ങനെ ഉറഞ്ഞതുകൊണ്ട് ഉറയാത്തുണ്ട്. അതുകൊണ്ടാ എല്ലാം കൂട്ടിയിട്ടേക്കുക. പിന്നെ അതിനെയും ഇതിനകത്തൊക്കെ മെഷീനകത്തൊക്കെ കയറ്റിയിട്ട് അത് ശുദ്ധീകരിച്ച് ഒക്കെയാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. സംഭവം ഇങ്ങനെയാണ്. തളം കെട്ടി നിർത്തി ഉപ്പുപാടം ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഇത്. ഉപ്പുപാടം കണ്ടപ്പോൾ ഇത് നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് നമ്മുടെ ഇവിടെ രാമേശ്വരത്തോട്ട് വരുന്ന ആ ഒരു ഭാഗമാണ്. അതിനൊരു കന്യാകുമാരി കഴിഞ്ഞ് ഏകദേശം ഒരു 80-85 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ സ്ഥലം പേര് ഓർക്കുന്നില്ല എന്തായാലും. അപ്പോൾ ഇതാണ് ഉപ്പുപാടം. ഇത് ഓരോ ഭാഗത്ത് ഓരോരുത്തർ നിന്നിങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. കണ്ടോ, വലിച്ചു കൂട്ടുന്നുമുണ്ട്, അല്ലാതെല്ലാം ചെയ്യുന്നുണ്ട്. ഇത് ഓരോരോ ഭാഗങ്ങളാണ് അങ്ങനെ കണ്ടില്ലേ കൂട്ടിയിട്ടേക്കുന്നത്. ഉപ്പാണേ. അതിനകത്ത് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം ഇത്രയും ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക. അവിടുന്ന് ഇതായി കഴിയുമ്പോൾ ഉറഞ്ഞു കഴിയുമ്പോൾ അവിടുന്ന് ഇതെല്ലാം കൂടെ എടുത്ത് ഇങ്ങോട്ട് കൂട്ടി വെക്കും. ഇതെല്ലാം കൂടെ മെഷീനകത്തിട്ടായിരിക്കുമല്ലോ സംഭവം എല്ലാം ചെയ്തെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. ഇങ്ങനെയിപ്പോൾ പാടം അങ്ങനെ ഇഷ്ടം പോലും ഉണ്ടത് അല്ലേ. അവിടെ എല്ലാം ഇത് കൂട്ടിയിട്ടേക്കും. എല്ലാം കൂട്ടിയിട്ടേക്കുന്നു. ഇത് ഇങ്ങനെ ഉറയാനിട്ടേക്കുക. ഉറഞ്ഞ ഭാഗങ്ങൾ കുറച്ചുണ്ട്. പിന്നെ അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് അവരുടെ കമ്പനി. ഈ സാധനം ഉണ്ട് ഉപ്പ്. അപ്പോൾ ഉപ്പുപാടം കാണാത്തവർക്കായിട്ട് ഇത് ഞാൻ സമർപ്പിക്കുന്നു. ഓക്കെ.